അപ്പോൾ നമ്മൾ ഇനി ബംഗാളിലേക്ക് പോവുകയാണ്. ബംഗാളിൽ എന്താണ് സംഭവിക്കുന്നത്? മമതാ ബാനർജിയുടെ ഭാവി എന്താകും എന്ന ചോദ്യം ഉയരുന്ന മണിക്കൂറുകളാണ്. തൃണമൂൽ പിളരുമോ? മമതാ ബാനർജി വിളിച്ച യോഗത്തിൽ നിന്ന് ബഹുഭൂരിപക്ഷം MLA-മാരും വിട്ടുനിന്ന സാഹചര്യത്തിലാണ് ഈ സംശയം ഉയരുന്നത്. തൃണമൂൽ നേതൃത്വവും പരിഭ്രാന്തിയിലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നതൊക്കെയാണ് റിപ്പോർട്ട്. എന്താണ് ബംഗാളിൽ നടക്കുന്നതെന്ന് ഇനി വിശദമായി തന്നെ പരിശോധിക്കാം. പശ്ചിമബംഗാളിലെ 294 അംഗ നിയമസഭയിൽ 2006 സീറ്റുകൾ നേടിയാണ് BJP ചരിത്ര വിജയം കുറിച്ചത്. ഇതോടെ 15 വർഷം നീണ്ടുനിന്ന മമതാ ബാനർജിയുടെ ഭരണത്തിന് അന്ത്യമായി. മമതാ ബാനർജി ഭവാനിപൂർ മണ്ഡലത്തിൽ സുവേന്ദു അധികാരിയോട് പരാജയപ്പെടുകയും ചെയ്തു. നീണ്ട 34 വർഷത്തെ ഇടതുപക്ഷ ഭരണം അവസാനിപ്പിച്ച് ബംഗാളിൽ അധികാരം പിടിച്ച മമതാ ബാനർജിയുടെ 15 വർഷം നീണ്ട ഭരണകാലത്തിനാണ് ഇതോടെ അവസാനമായത്. 2011 മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ അധികാരമേൽക്കുന്നത്. പിന്നാലെ തുടർച്ചയായി 3 തവണ വിജയം. ഒടുവിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് മുന്നിൽ TMCക്ക് പിഴച്ചു. സ്വാതന്ത്ര്യാനന്തരം ആദ്യമായി ബംഗാൾ BJP ഭരണത്തിലേക്ക് എത്തപ്പെട്ടു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ നടന്ന വാർത്താസമ്മേളനത്തിൽ അതിവൈകാരികമായാണ് മമതാ ബാനർജി പ്രതികരിച്ചത്. തോൽവി സമ്മതിക്കാൻ വിസമ്മതിച്ച മമത താൻ ധാർമ്മികമായി ജയിച്ചു എന്നാണ് പറഞ്ഞത്. എനിക്കിപ്പോൾ ഔദ്യോഗിക പദവികളൊന്നുമില്ല, ഞാനൊരു സാധാരണക്കാരിയാണ്, ഇപ്പോൾ ഞാൻ ഫ്രീ ബേർഡ് ആണ് എന്നതാണ് മമതാ ബാനർജി പറഞ്ഞത്. തന്റെ ലക്ഷ്യം വ്യക്തമാണ്. പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്താൻ താൻ ഇനി മുഴുവൻ സമയവും പ്രവർത്തിക്കും എന്നതാണ് മമത ചൂണ്ടിക്കാട്ടിയത്. ആ മമതയ്ക്ക് തൃണമൂൽ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ടി പിളരുമോ എന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെയാണ് പാർട്ടിയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നത്. കഴിഞ്ഞ ദിവസം മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ നടത്താനിരുന്ന യോഗം റദ്ദാക്കി. 80 MLA-മാരിൽ 20 പേർ മാത്രമാണ് മമതയുടെ വീട്ടിൽ വിളിച്ച ആ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയത്. MP-മാരായ അഭിഷേക് ബാനർജിയും കല്യാൺ ബാനർജിയും ആക്രമിക്കപ്പെട്ടതിൽ പ്രതിഷേധിക്കാൻ മണ്ഡലങ്ങളിൽ തുടരുന്നതിനാലാണ് മറ്റുള്ളവർ എത്താത്തതെന്ന് പാർട്ടി വക്താവ് കുനാൽ ഘോഷ് പറഞ്ഞിരുന്നു. പലയിടങ്ങളിലും പാർട്ടി പ്രവർത്തകർക്ക് നേരെ പോലീസ് അക്രമങ്ങൾ ഉണ്ടാകുന്നതിനാൽ അറസ്റ്റിലായ പ്രവർത്തകരെ സഹായിക്കാനും ക്രമസമാധാന നില നിയന്ത്രിക്കാനും MLA-മാർ അവരുടെ മണ്ഡലങ്ങളിൽ തുടരുകയാണ് എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. MLA-മാരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഔദ്യോഗിക യോഗം റദ്ദാക്കിയതെന്നും യോഗത്തിനെത്തിയ 20 MLA-മാരുമായി മമതാ ബാനർജി ഔദ്യോഗിക ചർച്ചകൾ നടത്തിയതായും കുനാൽ ഘോഷ് കൂട്ടിച്ചേർത്തു. MLA-മാരെല്ലാം പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ടെന്നും വരും ദിവസങ്ങളിൽ യോഗം വീണ്ടും ചേരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നടന്ന ആദ്യ യോഗത്തിൽ 9 പേർ വിട്ടുനിന്നിരുന്നു. അതുതന്നെ വലിയ വാർത്തയായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ പകുതി MLA-മാരും എത്തില്ലെന്ന് BJP വൃത്തങ്ങൾ നേരത്തെ തന്നെ അവകാശവാദം ഉന്നയിച്ചിരുന്നു. പരമാവധി പേരെ എത്തിക്കാൻ അതുകൊണ്ട് തന്നെ മമതാ ബാനർജി നീക്കങ്ങൾ സജീവമാക്കിയെങ്കിലും അത് ഫലം കണ്ടില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. മാത്രവുമല്ല, വിട്ടുനിന്നവരുടെ എണ്ണം 60 ഉയരുകയും ചെയ്തു. ഇത് പാർട്ടിയിൽ വലിയ പരിഭ്രാന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. താഴെത്തട്ടിൽ കൊഴിഞ്ഞുപോക്കുണ്ട് എന്നതിന്റെ റിപ്പോർട്ടുകൾ കൂടി വരുന്നു. നേതാക്കന്മാരുടെ അഭാവം പോലെ തന്നെ തൃണമൂലിനെ ഭയപ്പെടുത്തുന്നതാണ് താഴെത്തട്ടിലെ കൊഴിഞ്ഞുപോക്ക്. തൃണമൂൽ ദേശീയ ജനറൽ സെക്രട്ടറിയും MP-യുമായ അഭിഷേക് ബാനർജിക്ക് നേരെ ആക്രമണമുണ്ടായത് ബംഗാളിലെ സോനാപൂരിലാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ കലാപത്തിലെ ഇരകളെ സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് ആക്രമണമുണ്ടായത്. സ്ത്രീകളടക്കമുള്ള സംഘം അദ്ദേഹത്തിന് നേരെ കല്ലും ചെരുപ്പും മുട്ടയും ഒക്കെ എറിഞ്ഞു. സംഭവത്തിന് പിന്നിൽ BJP ആണെന്ന് തൃണമൂൽ ആരോപിച്ചു. ഹുഗ്ലിയിലെ ചണ്ഡിതലയിൽ വെച്ച് മുതിർന്ന നേതാവ് കല്യാൺ ബാനർജിയുടെ തലയ്ക്ക് അടിയേറ്റു. പോലീസുകാർ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ആ സംഭവം. സോനാപൂർ മുനിസിപ്പാലിറ്റിയിലെ വാർഡ് നമ്പർ 9 അഭിഷേക് ബാനർജിക്ക് നേരെ ആക്രമണമുണ്ടായത്. 35 വാർഡുകളും തൃണമൂലിന്റെ നിയന്ത്രണത്തിലുള്ള ഈ മുനിസിപ്പാലിറ്റിയിൽ പ്രതിപക്ഷ സാന്നിധ്യമില്ല. എന്നിട്ടും അഭിഷേക് ആക്രമണത്തിനിരയായപ്പോൾ പ്രാദേശിക കൗൺസിലർമാരോ ബ്ലോക്ക് നേതാക്കളോ ജില്ലാതലത്തിലെ ശക്തരായ നേതാക്കളോ താഴെത്തട്ടിലെ പ്രവർത്തകരോ ഒന്നും അദ്ദേഹത്തിന് പ്രതിരോധ വലയം തീർക്കുന്നതായി കണ്ടില്ല. തീർത്തും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു അഭിഷേകിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോഴും വൈകുന്നേരം മമതാ ബാനർജിയോടൊപ്പം നിൽക്കാനും ഒരു പ്രാദേശിക MP-യോ MLA-യോ എത്തിയില്ല. ബംഗാളിലെ രാഷ്ട്രീയത്തിൽ പതിവായി കണ്ടിരുന്ന
നേതാക്കളെ സംരക്ഷിക്കാൻ പ്രവർത്തകർ സ്വാഭാവികമായി ഓടിയെത്തുന്ന പ്രവണത ഈ സന്ദർഭങ്ങളിലൊന്നും കാണാനായിട്ടില്ല എന്ന് ദേശീയ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ്. ബെല്ലവ്യൂ ആശുപത്രിക്ക് പുറത്ത് മമതാ ബാനർജി പ്രതിഷേധം സംഘടിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും സമാനമായി ഒറ്റപ്പെടൽ കാണപ്പെട്ടു. ബംഗാളിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ നേതാവിന് ചുറ്റുമുണ്ടായിരുന്ന ജനക്കൂട്ടം വളരെ ചെറുതായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. രാഷ്ട്രീയ സംഘടനകൾ സാധാരണയായി ഏതെങ്കിലും തരത്തിലുള്ള കൊഴിഞ്ഞുപോക്കുകളിൽ തകരുന്നത് പതിവല്ല. കുറച്ച് മുതിർന്ന നേതാക്കൾ പാർട്ടി വിടുകയോ കൂറുമാറുകയോ ചെയ്തതുകൊണ്ടൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും തകരാറില്ല. അതിന്റെ ആദ്യ സൂചനകൾ സാധാരണയായി താഴെത്തട്ടിലാണ് കാണപ്പെടുന്നത്. സോനാപൂർ പുറത്തു കൊണ്ടുവന്നത് ബംഗാൾ മുമ്പും കണ്ടിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. 2011 ഇടതുമുന്നണിക്ക് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ CPM-ന് തൃണമൂലിന് ഇപ്പോൾ ഉള്ളതിലും അധികം വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. എങ്കിലും താഴെത്തട്ടിലെ പ്രവർത്തകർ പുതിയ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുന്നതാണ് കണ്ടത്. ഒരിക്കൽ പാർട്ടിയുടെ ഭാഗമാകാനായി ആശയപരമായ പ്രതിബദ്ധത പ്രകടിപ്പിച്ചിരുന്ന പലരും പെട്ടെന്ന് തന്നെ സ്വന്തം അതിജീവനത്തിനായി മുൻഗണന നൽകുന്നത് ആ മാറ്റം ജനങ്ങളിൽ കണ്ടു. ഇപ്പോൾ സോനാപൂർ സംഭവം ഉയർത്തുന്ന ചോദ്യം, തൃണമൂലിന്റെ താഴെത്തട്ടിലെ പ്രവർത്തകരിൽ ചിലർ ഇത്തരം കണക്കുകൂട്ടലുകളുടെ ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ടോ എന്നതുകൂടിയാണ്. എന്തായാലും തുടർ തോൽവികളിലും CPM-ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ രൂപത്തിൽ ഒരു ആശയപരമായ വലിയ അടിത്തറയുണ്ടായിരുന്നു. തൃണമൂലിന് അത്തരം ഒരു ആശയപരമായ അടിത്തറയില്ല എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തെ തൃണമൂൽ എങ്ങനെ അതിജീവിക്കുന്നു എന്നതാണ് നോക്കിക്കാണേണ്ടത്. ഒരു നേതാവിന് പ്രതിഷേധത്തെ അതിജീവിക്കാനാകും, ഒരു പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് തിരിച്ചടികളെയും മറികടക്കാനാകും. എന്നാൽ സ്വന്തം കേഡറുകൾ സംഘടനയെ സംരക്ഷിക്കുന്നതിനേക്കാൾ സ്വയം സംരക്ഷിക്കുന്നതാണ് സുരക്ഷിതമെന്ന് തീരുമാനിക്കുന്ന നിമിഷത്തെ അതിജീവിക്കാൻ കഴിയുമോ എന്നതാണ് നോക്കിക്കാണേണ്ടത്. അത് വളരെ പ്രയാസകരമാണ് എന്നതാണ് സാഹചര്യങ്ങൾ നൽകുന്ന സൂചന. തൃണമൂലിന് അതിന് സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിനെതിരെ അടുത്ത 48 മണിക്കൂർ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തൃണമൂൽ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലെ ജനപങ്കാളിത്തം തൃണമൂലിന്റെ ഭാവിയുടെ സൂചനകൾ കൂടി നൽകുന്നതാകും. അപ്പോൾ 2 ദിവസം തുടർച്ചയായുള്ള പ്രതിഷേധം അത് വിജയിപ്പിക്കുക എന്നത് മമതാ ബാനർജിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. തന്റെ കൂടെയുള്ളവർ തന്റെ ഒപ്പം തന്നെ ഉണ്ട്, ജയിപ്പിച്ചെടുത്ത MLA-മാർ തന്റെ കൂടെ ഉണ്ട് എന്ന് തെളിയിക്കേണ്ടുന്ന അവസരം കൂടിയാണ്. അത് ശ്രമകരമായ ദൗത്യമാണ്. അപ്പോൾ ആ വെല്ലുവിളിയാണ് മമതാ ബാനർജിക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.